ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അന്ന് ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ ഒരു ബോർവെല്ലിന് സ്ഥാനം നോക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇപ്പോൾ ആ സ്ഥലത്ത് ബോർവെൽ ഇടാണ്. അപ്പോൾ അത് അവിടെ ബോർവെൽ ഇട്ടിട്ട് വെള്ളം കിട്ടില്ല എന്ന് കാണാനൊക്കെ നിങ്ങളെ കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അയാൾ അന്ന് കാണിച്ചല്ലോ സ്ഥാനമൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അവിടെ വെള്ളം കിട്ടില്ല എന്നുള്ളത് കാണാനാണ്. അപ്പോൾ ബോർവെൽ ഇടാനായിട്ട് ഡ്രിൽ ചെയ്യണ വണ്ടി, അതിൻ്റെ ജനറേറ്റർ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ആണിത്. അപ്പോൾ ഇങ്ങനൊരു 3 പോയിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ പോയിന്റിലാണ് ഇപ്പോൾ ബോർവെൽ ഇടാൻ പോകണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ബോർവെൽ ഇട്ടിട്ടുള്ള സീനൊക്കെ ഇനി കാണാട്ടെ, കണ്ടിന്യൂഷനായിട്ട് നോക്കിക്കോളൂ. ಇರಲಿ ಹಿಂಗೊಂಡ ಹಂಗೊಂದು 2 ಹೊತ್ತು ಇದು ನಂಬರ್ 1 ಅದು ಸೆಕೆಂಡ್. ഇത് വാസ്തുന്റെ മൂല സ്വാമി മൂല പക്ക. അപ്പോൾ അങ്ങോട്ട് കാണിച്ച സ്ഥാനത്താണ് ഇപ്പോൾ ബോർവെൽ ഇടാൻ പോണ വണ്ടി കൊണ്ട് നിർത്തിയേക്കണത്. ആ പോയിന്റ് അതാണ്, ഈ കാണുന്നതാണ് ഈ പോയിന്റ്. അപ്പോൾ അവിടെ ബോർവെൽ ഇടുന്നതിന് മുമ്പുള്ളൊരു ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു പൂജ ചെയ്യലൊക്കെ ഉണ്ട്. ഈ പോയിന്റാണ്, കണ്ടില്ലേ, ഈ ഡ്രില്ലിൻ്റെ നിൽക്കണതിൻ്റെ അടിയിലുള്ള പോയിന്റാണ് അന്ന് അയാൾ കാണിച്ചത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പരിപാടിയാണ്. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട്, 7-8 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ബോർവെൽ അടിക്കാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ളൊരു ചെറിയൊരു പൂജയുടെ ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങോട്ടാണ് പൂജ ചെയ്യണത്. അവിടുത്തെ ഒരാളാണ്, നമ്മുടെ ഈ ലാൻഡിൻ്റെ അടുത്തുള്ള ഒരാളാണ്, ഗൗഡറാണ്. അപ്പോൾ അങ്ങോട്ടാണ് പൂജ ചെയ്യണത്. അതാണ് ഡ്രിൽ ചെയ്യണ ഇത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി കാണേട്ടാ, ഈ പൂജ ചെയ്യണമെന്നും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡ്രില്ലിടാൻ തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ ഇനി എന്താണ് നടക്കാൻ പോകണത്, ഈ സ്ഥലം നോക്കിയോ നിങ്ങൾ, കുറച്ച് കഴിയുമ്പോൾ എന്താവാൻ പോകണമെന്ന് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ബോർവെല്ലൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ഈ നമ്പർ ഇടാം, ഈ ബോർവെൽ ഇടുന്ന ആളുടെ, ഈ വണ്ടി ഇതൊക്കെ ചെയ്യുന്ന ആളുടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ബോർവെൽ ഇടണമെങ്കിൽ ബാംഗ്ലൂർ ഇട്ടാൽ, ബാംഗ്ലൂരിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും അതിൽ നിൽക്കുന്ന ആളാണ്, ഈ കൈ ബാക്കിലായിട്ട് നിൽക്കില്ല, അങ്ങോട്ടാണ് ഈ ബോർവെല്ലിൻ്റെ ആൾ കേട്ടോ. അയാളുടെ നമ്പർ ഞാനിടാം. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ എവിടെ വേണമെങ്കിലും നിങ്ങൾ ബോർവെൽ ഇടണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വണ്ടിയൊക്കെ തന്ന് കൊണ്ടുവന്ന് ബോർവെല്ലൊക്കെ ഇട്ട് തരും കേട്ടോ. അപ്പോൾ അവരതിനുള്ള റേറ്റ് പറയും നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ അതനുസരിച്ച് നിങ്ങൾ അവരായിട്ട് സംസാരിക്കാം, കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്യാം. റേറ്റ് നമ്മൾക്ക് പറയാൻ പറ്റില്ല, ഓരോ ഏരിയയിലനുസരിച്ച് എത്ര അടിക്ക് ഇടണമെന്ന് അതിൻ്റെയൊക്കെ അതനുസരിച്ചാണ് റേറ്റ്. അപ്പോൾ അതൊക്കെ നോക്കിയത്. ഇതാണ് പൂജ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്താണ്, ആ താഴത്ത് കാണുന്നില്ല, ആ സ്ഥലത്താണ് അന്ന് ഒരു മാർക്ക് കാണിച്ചത്, പോയിൻ്റ് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ സ്ഥലം എന്താവും നോക്കിയോ നിങ്ങൾ. അപ്പോൾ ഇത് തീരുന്നവരെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ നിങ്ങൾക്ക് ഈ ബോർവെൽ ഇടുമ്പോൾ ഇവിടെ എന്താ നടക്കാൻ പോകണമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ബോറിങ് ഡ്രിൽ ചെയ്യണ മെഷീന്. ഇത് ഡ്രില്ലിൻ്റെ ഇതൊക്കെ ഫണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡ്രില്ലിന് ചെയ്യണ റോഡൊക്കെ ആൾക്കാർ ചുമന്നിട്ട് വന്നിട്ടൊക്കെ അതിൽ ഫിറ്റ് ചെയ്യണ പരിപാടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഹൈഡ്രോളിക്കാണ്. ഇപ്പോൾ ഹൈഡ്രോളിക്കിലേക്കാണ് ഈ പരിപാടി നടക്കുന്നത്. അതിനുള്ള സെറ്റപ്പൊക്കെ മെഷീനറിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ വണ്ടിയിൽ തന്നെ. റോഡ് എടുക്കാനും അത് അതിലേക്ക് കൊണ്ട് ഫിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ എല്ലാം കാണാൻ അങ്ങോട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പോയിൻ്റ് കേട്ടോ. മൊത്തത്തിൽ ഈ ലാൻഡിൽ 1.5 ഏക്കറുള്ള ഈ ലാൻഡിലായാലും 3 സ്ഥലത്ത് സ്ഥാനം കാണിച്ചിരുന്നു. പക്ഷേ ഈ സ്ഥലത്താണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു 3 സ്ഥലത്തു നിന്നുള്ള സോഴ്സ് ഉണ്ട് ഇവിടെ, ഈ പോയിന്റിലേക്ക് വരും. അപ്പോൾ നിങ്ങളിവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അതാണ് പോയിന്റ്. ഇതൊക്കെ ബോർവെൽ ഇടുന്ന ആൾക്കാരാണ് കേട്ടോ. ഇയാളാണ് ഓപ്പറേറ്റർ, ഡ്രില്ലർ ഇയാളാണ്. സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ നിങ്ങളിനി കാണേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കിയോ ഇവിടെ ലാസ്റ്റ് എന്താവും നോക്കിയോ കേട്ടോ.
ഭയങ്കര സൗണ്ടാണ്. അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, കാതൊക്കെ പൊട്ടിപ്പോണ പോലത്തെ സൗണ്ടാണ്. ഭയങ്കര സൗണ്ടാണ്. ഇത് കണ്ടില്ല, ഇതാണ് ഹൈഡ്രോളിക് കിട്ടുക. ഇതാണിപ്പോൾ റോഡ് എടുത്തിട്ട് പോകണല്ലോ, ഡ്രില്ല് ചെയ്യാനുള്ള റോഡ് എടുത്തിട്ട് പോയിട്ട് അതിലിങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്യും. അതൊക്കെ ഇപ്പോൾ ഹൈഡ്രോളിക്കിൽ ഇതിലാണ്, മെഷീനിലാണ് ഇപ്പോൾ എല്ലാം നടക്കണം. അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ട്, ആ ഡ്രിൽ ചെയ്യുന്ന ആൾ അവിടെ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യും അതിൻ്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. പിന്നെ ഈ മാനുവലായിട്ടുള്ളത് ഈ മണ്ണ് മാറ്റാനും പിന്നെ അതിനുള്ള വേറെ അതിനെ കൂടുതൽ ഇങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ ആ ഡ്രില്ലിൻ്റെ അവിടെ കുറേ ചാക്കൊക്കെ കെട്ടി കൊടുക്കാനും വെള്ളമൊക്കെ ഉള്ളടുത്തേക്ക് ദൂരത്തേക്കൊന്നും തെറിക്കാണ്ടിരിക്കാൻ അങ്ങനെയുള്ള പണികൾക്കൊക്കെയാണ് മാനുവലി ചെയ്യേണ്ടത്. പിന്നെ ഡ്രില്ലർ എന്ന് പറഞ്ഞാൽ അവിടെ മെഷീനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ലിവർ ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഈ റോഡ് എടുത്തുകൊണ്ട് കണ്ടില്ല, അതൊക്കെ ചെയ്യണം. ഇത് കണ്ടില്ല, ഇത് റോഡ് അവിടെ നിന്ന് മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ച് അവിടെ നിന്ന് എടുത്ത് താഴ്ത്തിക്ക് വെക്കും ഈ സാധനം. അത് കഴിയുമ്പോൾ ഓരോ റോഡ് തീരുമ്പോൾ മറ്റേ ഇത് വന്ന് കണ്ട അടുത്ത റോഡ് ഇത് സമയമാകുമ്പോൾ അവിടെ അയാൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എടുത്തുകൊണ്ട് നേരെ കൊണ്ട് അവിടെ വെച്ച് അയാൾ ഡ്രില്ലറിൽ വെച്ച് കൊടുക്കും. എന്താ പിന്നെ മാനുവൽ ഇതേ പൊടി മണ്ണൊക്കെ അത് തുടങ്ങിയിട്ടാ. അധികം പൊടിയൊന്നും പറക്കണില്ല, കുറച്ച് നല്ല ഒരു അധികം ഡസ്റ്റൊന്നുമില്ല ഇവിടെ. ഇപ്പോൾ കുറച്ച് മണ്ണിന് കുറച്ച് നനവുള്ള പോലെ ഉണ്ട്. ഇതാണ് അധികം പൊടിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും, പാറയൊക്കെ പൊടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല അടുത്തൊക്കെ. എന്നാലും ഇങ്ങനെയുള്ള പണിക്കൊക്കെ ചെയ്യാനാണ് ആൾക്കാർ വേണ്ടത്. എന്നാലും കുറേ ആൾക്കാരുണ്ട്, അവർ ജനറേറ്റർ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അപ്പുറത്ത്. ആ ജനറേറ്റർ വണ്ടിയിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഈ ഇതൊക്കെ വർക്കാവണം കേട്ടോ. അതിനുവേണ്ടി വലിയൊരു ജനറേറ്ററിൻ്റെ ഒരു വണ്ടി മുമ്പിലുണ്ട്. പിന്നെ അവിടെ തന്നെ അവർ കുക്ക് ചെയ്തൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കും. ഇത് കാലത്ത് ഇപ്പോൾ ഒരു 8 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ. രാവിലെ 8 മണിക്കാണ് സ്റ്റാർട്ട് ആക്കണം ഇവിടെ. ഇനി എത്ര നേരം വരെ ആകുമെന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് ഇത് തീരാൻ പോണേ, എപ്പോഴാണ് ഇതിന് വെള്ളം കിട്ടണമെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണ്. ഭയങ്കര സൗണ്ടാണ്, ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, അത്ര ഭയങ്കര സൗണ്ടാണ്. ഇതൊക്കെ കണ്ടിട്ടിരിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കാണാത്തവർക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ബോർവെല്ലിട്ട് വെള്ളം എടുക്കണമെന്ന് കാണാത്തവർക്ക് കേട്ടോ, ബോർവെൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ കാണാണ്ടിൽ ചെയ്യുന്നതൊക്കെ. ഇതാണ് ജനറേറ്റർ കേട്ടോ. അതാണ് ഈ ജനറേറ്ററിൽ നിന്നുള്ള പ്രഷറാണ് അവിടെ പോയിട്ടാണ് ആ മെഷീനൊക്കെ വർക്കാവുന്നത് കേട്ടോ. ആ ഡ്രില്ലറൊക്കെ വർക്കാവുന്നത് ഇതിനുള്ള പ്രഷറുള്ള ഈ ജനറേറ്ററിൽ നിന്ന് ഇതാണ്. ഇതേ കണ്ടോ, ഇപ്പോൾ വെള്ളമൊക്കെ ഇതേ കുറച്ച് മണ്ണൊക്കെ കുറച്ച് ഇതായി തുടങ്ങിയിട്ടാ. നല്ല വെറ്റായിട്ടുള്ള മണ്ണാണ് വരാൻ തുടങ്ങുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലിമിറ്റ്, ഒരു അളവ് വരെ ഇത് താഴ്ന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പാറയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത് കിട്ടിക്കഴിയുമ്പോൾ കേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറക്കും ഈ ഡ്രില്ല് ചെയ്യുന്ന സ്ഥലത്ത്. എന്നുവെച്ചാൽ സൈഡിലുള്ള മണ്ണൊക്കെ ഇടിഞ്ഞു വിടാണ്ടിരിക്കാൻ. അത് ചിലയിടത്ത് 40 അടി, ചിലയിടത്ത് 50 അടി, ചിലയിടത്ത് 60 അടി. ഇതൊരു പൈപ്പ് ആ കാണുന്നില്ല, സ്റ്റീലിൻ്റെ ആണ് ഇപ്പോൾ നോക്കണം, വൈറ്റ് കളർ. അത് വെൽഡ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണം. അപ്പോൾ ഇപ്പോഴത്തേക്ക് സ്റ്റീലാണ് ഇപ്പോൾ വന്നേക്കണത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കറുത്ത കളർ ഇരുമ്പിൻ്റെ ആണ്. ഇതേ കണ്ട, അത് ഇറക്കണ കണ്ട. ഇങ്ങനത്തെ ഒരു 4 എണ്ണം അവിടെ ഇറക്കും. 4 എണ്ണം എന്ന് പറയുമ്പോൾ ഒരു 80 അടിയായി ഇറക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ റാഡ് ഇട്ടിട്ടാണ് ഡ്രിൽ ചെയ്യണം. അപ്പോൾ ഈ സാധനം പോയി ഒരു സ്ഥലത്ത് പോയി നന്നായിട്ട് ഒരു പാറയുടെ മുകളിൽ പോയി ഇങ്ങനെ സെറ്റായി നിൽക്കും. അപ്പോൾ പിന്നെ മണ്ണൊന്നും പിന്നെ ഇടിയില്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്നും മണ്ണൊന്നും ഇടിഞ്ഞ് വീഴില്ല. അപ്പോൾ ഒരു 80 അടിക്ക് ഈ കേസിങ് ഇറക്കിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ കേട്ടോ. അപ്പോൾ 4 എണ്ണം ഇറക്കിയിട്ടുണ്ട്. അത് വെൽഡ് ചെയ്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇറക്കണം. ഇങ്ങോട്ടാണ് ഈ ബോർവെല്ലിൻ്റെ വണ്ടിയുടെ ആൾ. അപ്പോൾ ഇങ്ങോട്ട് അടുത്ത് ഇങ്ങോട്ട് നമ്പർ ഞാൻ ഈ സ്ക്രീനിലിടാം. അപ്പോൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ബാംഗ്ലൂർ സറൗണ്ടിങ്ങിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബോർവെല്ലുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അങ്ങോട്ട് വന്ന് ചെയ്ത് തരും കേട്ടോ. നന്നായിട്ട് നല്ലൊരു മനുഷ്യനാണ്. കണ്ടില്ല, ഇപ്പോൾ ആ കേസിങ് ഇറക്കി 80 അടിക്ക് ഇറക്കി. അതാണ് ആ മുകളിലേക്ക് നിൽക്കുന്നത് കേട്ടോ. 2 അടിക്ക് മുകളിലേക്കാണ് വേണ്ട. ഇപ്പോൾ ആ കേസിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ റാഡ് പോയിട്ട് ഡ്രിൽ ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 400 അടിയായപ്പോൾ ഒരു 1-1.5 ഇഞ്ചിന് വെള്ളം വരണ്ട കേട്ടോ. ഇത് ഇഞ്ച് കണക്കാണ് വെള്ളത്തിൻ്റെ ഇത് പറയണത്. 1-1.5 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി വെള്ളമാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയേക്കണം. ഒരു 400 അടി ആയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ചും കൂടി നന്നായിട്ട് ഡീപ്പായിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി താഴ്ത്താണ്. ഇപ്പോൾ ഈവനിങ് ആയിട്ടാണ്. ഇപ്പം നമ്മൾ മൊത്തത്തിലൊരു 39 റാഡ് ഇറക്കിയിട്ടുണ്ട്. അത് ഒരു റാഡ് 20 അടിയാണ്. അപ്പോൾ ഒരു എത്രയായി, ഒരു 780 അടി ആയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട്. അത്ര ആയപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള അത്ര നന്നായിട്ടുള്ള വെള്ളം വന്നു. ഒരു 2-2.5 ഇഞ്ചൊക്കെ അവരുടെ കണക്ക് ഇഞ്ച് കണക്കിലാണ് ഈ വെള്ളത്തിൻ്റെ ഇത് പറയണത്. അപ്പോൾ 2-2.5-3 ഇഞ്ചോളം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിലേറെ വെള്ളമായി. അപ്പോൾ അത് കാരണം ഒരു 39 റാഡ് ഇറക്കിയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഒരു 7-7 ആയി, ഒരു
12 മണിക്കൂറത്തെ പ്രോസസ്സിങ് ആയിരുന്നു ഡ്രില്ലിങ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ അതിലൊന്നും കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ മറക്കാണ്ട് ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുമാതിരി ലൈക്ക് ചെയ്യണം കേട്ടോ. ബോർവെല്ലിടാൻ സ്ഥാനം കണ്ടില്ല, പോയിന്റ് കാണിച്ച് തന്നാൽ നല്ല പക്ക ഗ്യാരണ്ടിയുള്ള ആളാണ് കേട്ടോ. അങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വെള്ളം കിട്ടിയ സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബോർവെല്ലിടണമെങ്കിൽ ഞാൻ ഇന്നലത്തെ ഇതിനു മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.